നമസ്കാരം. പാലായിൽ മാണി സി കാപ്പൻ പാലം കടക്കുമോ? രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല, പാലായിലെ വോട്ടർമാരും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ 7 വർഷമായി പാലായിലെ ജനങ്ങളുടെ ശബ്ദം നിയമസഭയിൽ മുഴങ്ങിക്കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് നിരാശ മാത്രം സമ്മാനിച്ച കാപ്പൻ ഇത്തവണത്തെ പോരാട്ടത്തിൽ നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന കാപ്പന്റെ മുഖം ഇപ്പോഴേ ഇടതുമുന്നണിക്കാർ മനസ്സിൽ കണ്ടു കഴിഞ്ഞു. 7 വർഷം മുൻപ് കെ എം മാണി അന്തരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ അന്നത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന കാപ്പൻ വിജയക്കൊടി പാറിച്ചത് വൻ ഭൂരിപക്ഷത്തിനായിരുന്നു. 2 വർഷം കഴിഞ്ഞു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും UDFന്റെ ഭാഗമായി മത്സരിച്ചപ്പോഴും പഴയ ഭൂരിപക്ഷം നിലനിർത്താനായില്ലെങ്കിലും വിജയക്കൊടി പാറിക്കാൻ സാധിച്ചു. ഓർക്കണം, ആദ്യം ഇടതുമുന്നണിയുടെ ഭാഗമായി അന്ന് NCPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കാപ്പൻ മത്സരിച്ചത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അന്ന് UDFന്റെ ഭാഗമായിരുന്ന മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് പോവുകയും UDFന്റെ സ്ഥാനാർത്ഥിയായി കാപ്പൻ പ്രത്യേകം പാർട്ടി രൂപീകരിച്ച് UDFന്റെ സ്ഥാനാർത്ഥിയായി കാപ്പൻ പാലായിൽ മത്സരിക്കുകയും ചെയ്തു. അതാണ് കഴിഞ്ഞ തവണ നടന്നത്. അപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടും UDFന്റെ ഭാഗമായിട്ടും മത്സരിച്ചപ്പോൾ 2 പ്രാവശ്യവും കാപ്പന് വിജയിച്ചു. പാലക്കാർ കൈവിട്ടില്ല രണ്ട് തവണ. പണ്ട് മാണിസാറിനോട് ഒപ്പം ഏറ്റുമുട്ടി പാലക്കാർ അന്ന് കണ്ടം വഴി ഓടിച്ചതാ. പക്ഷെ ഈ കഴിഞ്ഞ 2 തവണയും കാപ്പനെ ജനം കൈവിട്ടില്ല. പാലം കടത്തി നിയമസഭയിലേക്ക് വിട്ടു. ആ സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിലും വൻ വിജയമാണ് മാണി സി കാപ്പൻ അവകാശപ്പെടുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കഴിഞ്ഞ തവണത്തെ അനുകൂല സാഹചര്യങ്ങളൊന്നും ഇപ്പോഴില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പാലായിലൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാനായി കയറി. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്നെ കണ്ട ഉടൻ ഓടി വന്നു. ഞങ്ങൾ തമ്മിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാ അടുത്തിരുന്ന അവിടെയുള്ള ചില ആളുകൾ അവരുമൊക്കെയായി സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞാൻ ഈ ആശങ്കകൾ പങ്കുവച്ചു. എങ്ങനെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ജയിക്കുക? ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ, ഇപ്പോഴത്തെ MLA മാണി സി കാപ്പൻ വീണ്ടും ജയിക്കുമോ എന്നൊക്കെ ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ അവരിൽ എല്ലാവരും പറഞ്ഞത് ഇനി രക്ഷയില്ല. കാരണം അവരത്ര നിരാശരാ. ഒരാൾ പോലും, ഞങ്ങൾ 6-7 പേരുണ്ടായിരുന്നു, അതിലെ ഒരാൾ പോലും മാണി സി കാപ്പൻ വീണ്ടും ജയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടില്ല. അതാണ് അവിടുത്തെ സാഹചര്യം. ആ സാഹചര്യത്തിലേക്ക് മാണി സി കാപ്പൻ കഴിഞ്ഞ 7 വർഷമായി കൊണ്ടെത്തിച്ചു. പാലായിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ 7 വർഷമായി മാണി സി കാപ്പൻ എന്ത് ചെയ്തു എന്നതാണ്. 7 വർഷം എന്നത് ഒരു ചെറിയ കാലയളവല്ല. ജനപ്രതിനിധി എന്ന നിലയിൽ കഴിവ് തെളിയിക്കാൻ മതിയായ ഒരു കാലഘട്ടമാണ് 7 വർഷം, നീണ്ട 7 വർഷം. ആദ്യത്തെ 2 വർഷം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത്, രണ്ടാമത്തെ 5 വർഷവും, അങ്ങനെ 7 വർഷമാകും. കാപ്പൻ ഒരു മികച്ച MLA ആയിരുന്നു. നിയമസഭയിൽ പാലായുടെ ശബ്ദം ഉച്ചത്തിൽ അവിടെ കേട്ടോ? പാലായിലെ കർഷകർക്ക് വേണ്ടി സമരപരിപാടികൾ നടത്തിയോ? ഈ ചോദ്യങ്ങൾ എല്ലാം ഒറ്റ ഉത്തരമേ പാലക്കാർക്ക് പറയാനുള്ളൂ: ഇല്ല എന്നുള്ളൊരു ഉത്തരം. കെ എം മാണി നിയമസഭയിൽ സിംഹമായിരുന്നുവെങ്കിൽ മാണി സി കാപ്പൻ വെറും പൂച്ചയായിരുന്നു എന്ന് വേണം കരുതാൻ. അനുഭവം അങ്ങനെയാണ്. നിയമസഭയിൽ സജീവമായി ഇടപെട്ടതിന്റെ ഒരു വാർത്ത പോലും ഒരു മാധ്യമങ്ങളിലും കഴിഞ്ഞ 7 വർഷമായി പാലക്കാർക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. നിയമസഭയിൽ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു മാണി സി കാപ്പൻ? എത്ര സബ്മിഷൻ ഉന്നയിച്ചു? എത്ര ചർച്ചകളിൽ പങ്കെടുത്തു? പാലായിലെ വികസന, കാർഷിക പ്രശ്നങ്ങൾ എത്ര തവണ നിയമസഭയിൽ അവതരിപ്പിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ: ബിഗ് സീറോ.
സഭയിലെ തന്റെ ഊഴം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന അപൂർവ ഖ്യാതിയും കാപ്പന് മാത്രം സ്വന്തമാണ്. പാലായിലും സമയം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കേസുകളും ബിസിനസ് ആവശ്യങ്ങളുമായി ഒക്കെ അദ്ദേഹം സഞ്ചാരത്തിലായിരുന്നു. പേരിനൊരു ഓഫീസ് തുറന്നു വെച്ചിരുന്നു എന്ന് മാത്രം. പാലക്കാരുടെ ആവശ്യങ്ങൾ കേൾക്കാനോ നടത്താനോ MLA ഇല്ലാത്ത ഒരവസ്ഥ പാലക്കാർക്ക് ഒരു പുതുമയായിരുന്നു കഴിഞ്ഞ 7 വർഷമായി, നീണ്ട 7 വർഷക്കാലം. മറ്റേത് ഓടിയെത്താമായിരുന്നു മാണിസാറിന്റെ അടുത്ത്, ഏത് അർദ്ധരാത്രിയിലും ഓടിയെത്താമായിരുന്നു പാലക്കാർക്ക്. പാലക്കാരുടെ സ്വന്തമായിരുന്നു, പാലക്കാരുടെ കാരണവരായിരുന്നു, ഓരോ കുടുംബത്തിന്റെയും കാരണവരായിരുന്നു KM മാണി. പാലയുടെ വികസനത്തിന് ജോസ് കെ മാണി തടസ്സം നിൽക്കുന്നു എന്നാണ് മാണി സി കാപ്പൻ പറഞ്ഞ് പരത്തുന്ന പ്രചാരണം. എന്നാൽ ഇനി അത് വില പോയില്ല. കാരണം ജോസ് കെ മാണി വികസനം തടസ്സപ്പെടുത്തിയെങ്കിൽ അതിനെതിരെ ഒരു പ്രതിഷേധ സമരം പോലും, ഒരു പ്രതിഷേധം ഉയർത്താൻ കാപ്പൻ തുനിഞ്ഞോ? കാപ്പൻ അത് സാധിച്ചില്ല. നിയമസഭയിൽ പോലും ഒരു പരാതി പറഞ്ഞില്ല, അവിടെ വികസനം നടത്താൻ സമ്മതിക്കുന്നില്ല, തടസ്സം നിൽക്കുന്നുവെന്ന്. വെറുതെ ജോസ് കെ മാണിയെ കുറ്റം പറഞ്ഞാൽ ഇനി പാലക്കാർ സമ്മതിക്കില്ല. KM മാണി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ, പാലായിലെ വികസനം തടസ്സപ്പെട്ടപ്പോഴൊക്കെ, കാർഷിക വിലയിടിവ് ഉണ്ടായപ്പോഴൊക്കെ വമ്പൻ സമരപരിപാടികൾ നടത്തിയിരുന്നു, പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതാണ് KM മാണി. പാലായിലെ പ്രധാന കാർഷിക വിളയായ റബ്ബറിന്റെ വില തകർച്ചയിൽ കാപ്പൻ എന്തു ചെയ്തു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. ആ ചോദ്യം ഓരോ വോട്ടർമാരും, പാലായിലെ ഓരോ വോട്ടർമാരും ചോദിക്കുന്നുണ്ട്. ഞാനും ആ ചോദ്യം കേട്ടു. റോഡ്, പാലം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന വികസന പരിപാടികൾ മൊത്തത്തിൽ താളം തെറ്റി. ഭൂരിപക്ഷത്തെക്കുറിച്ച് വീമ്പ് പറഞ്ഞു എതിരാളിയെ വ്യക്തിഹത്യ ചെയ്യാൻ സൈബർ കൂലിക്കാരെയും കവലകളിൽ കുത്തിത്തിരിപ്പുകാരെയും ഏർപ്പെടുത്തി കാപ്പൻ ഇത്തവണ ജയിക്കാൻ കഴിയില്ല. വികസന മുരടിച്ചയുടെ 7 വർഷങ്ങളെന്ന് പാലായിലെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. ജോസ് കെ മാണിയോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രമാണ് കാപ്പനെ ചുമക്കുന്നതെന്നാണ് പാലായിലെ ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അത് അവരുടെ രാഷ്ട്രീയ എതിർപ്പ് മാത്രം. നാളെ ഒരു സമയത്ത് അവരുടെ കൂടെ തോളോട് ചേർന്ന് പ്രവർത്തിക്കാൻ ജോസ് കെ മാണി തയ്യാറായാൽ അവര് 2 കൈയും നീട്ടി സ്വീകരിച്ച് അവര് കൊണ്ടു നടക്കും, കൈവെള്ളയിൽ കൊണ്ടു നടക്കും. അങ്ങനെയും കേട്ടു. പാലക്കാർക്ക് വേണ്ടത് രാഷ്ട്രീയമല്ല, വികസനമാണ്. രാഷ്ട്രീയം മാറ്റിവെച്ച് കാപ്പൻ ഒരു മികച്ച MLA ആണോ എന്ന് ചോദിച്ചാൽ 90% UDF-കാരും കോൺഗ്രസ്സുകാരും അല്ലെന്ന് പറയുന്ന കൗതുകം പാലായിക്ക് സ്വന്തമാണ്. പാലായിലുള്ളവർ അങ്ങനെ പറയും. ഇങ്ങനെ ഒരു MLA ഇനി ചുമക്കേണ്ടതില്ലെന്ന് പാലക്കാർ വിധി എഴുതി കഴിഞ്ഞു. കാത്തിരുന്ന് കാണാം.